സമാധാനത്തിനായി കാതോർത്ത നിമിഷമായിരുന്നു അത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഒപ്പിട്ട് മണിക്കൂറുകൾ പോലും തികയുന്നതിന് മുൻപാണ് ലെബനനിൽ ഇസ്രായേൽ മിസൈൽ മഴ പെയ്യിച്ചത്. 254 നിരപരാധികളുടെ ജീവനെടുത്ത ഈ ക്രൂരത സമാധാന കരാറുകൾ വെറും കടലാസ് തുണ്ടുകൾ മാത്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഒരു വശത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ നടത്തുന്ന ഈ നരനായാട്ട് പശ്ചിമേഷ്യയെ ഒരു മഹായുദ്ധത്തിന്റെ വക്കില് എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിരന്തരമായ പ്രകോപനങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഇറാൻ നൽകുന്ന മറുപടി അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ലോകത്തെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 1/5 കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കാൻ ഇറാൻ നിർബന്ധിതരാകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക യുദ്ധത്തോടുള്ള പ്രതികരണമായാണ്. തങ്ങളുടെ എണ്ണ ശുദ്ധീകരണശാലകൾ തകർക്കപ്പെടുമ്പോഴും വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെടുമ്പോഴും മിണ്ടാതിരിക്കാൻ ഇറാൻ തയ്യാറല്ല. ഗൾഫ് മേഖലയിലെ സമാധാനം എന്നത് അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമല്ലെന്നും ഇറാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കാൻ കൂടിയാണെന്നും അവർ അടിവരയിടുന്നു. ഏതൊരു സമാധാന കരാറിലും ലെബനനെ ഉൾപ്പെടുത്തണമെന്ന ഇറാന്റെ ആവശ്യം ന്യായമാണ്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ബോധപൂർവം ലെബനനെ ഈ കരാറിൽ നിന്ന് ഒഴിവാക്കി. ഹിസ്ബുള്ളയെ തകർക്കുകയെന്ന മറവിൽ സാധാരണക്കാരെ കൊന്നൊടുക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നത്. ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ തകർക്കുകയെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം പശ്ചിമേഷ്യയിൽ മറ്റൊരു വംശഹത്യക്ക് വഴിയൊരുക്കുമോ എന്ന ഭീതിയിലാണ് ലോകം. പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ ഇന്ന് 3 വഴികളാണുള്ളത്. 1, നേരിട്ടുള്ള യുദ്ധം. ഇത് ലോകത്തെ വലിയൊരു സാമ്പത്തിക ദുരന്തത്തിലേക്ക് നയിക്കും. 2, നയതന്ത്ര ചർച്ചകൾ. ഇതിന്റെ ഭാഗമായാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ അമേരിക്ക ആലോചിക്കുന്നത്. 3, ഇസ്രായേലിനെ നിയന്ത്രിക്കുക. ഇത് മാത്രമാണ് ഏറ്റവും പ്രായോഗികമായ ഒരു വഴി. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത നെതന്യാഹുവിനെ നിലയ്ക്ക് നിർത്താൻ ട്രംപിന് കഴിയുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാനിലെ കടുത്ത വാദികൾ ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നു: പാശ്ചാത്യ രാജ്യങ്ങളെ വിശ്വസിക്കരുത്. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന സൈനിക നീക്കങ്ങൾ കേവലം ആക്രമണങ്ങളല്ല, മറിച്ച് ഇസ്രായേൽ അമേരിക്കൻ അച്ചുതണ്ടിനെതിരെയുള്ള ശക്തമായ പ്രതിരോധമാണ്. ഇസ്രായേലിന്റെ അധിനിവേശ താല്പര്യങ്ങൾക്ക് അമേരിക്ക കൂട്ടുനിൽക്കുന്നത് വരെ മേഖലയിൽ സമാധാനം പുലരില്ല. ഇറാന്റെ പരമാധികാരത്തെ അംഗീകരിക്കാത്ത ഒരു കരാറും പശ്ചിമേഷ്യയിൽ ശാശ്വതമാകില്ല.